പ്രൈസ് ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരു എപ്പിസോഡായിട്ട് വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ 1 തെസ്സലോനിക്കർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയാണ്. വളരെ സുപരിചിതമായൊരു വാക്യമാണ്, എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു വാക്യമാണ്. സാധാരണ നമ്മൾ മരണവീട്ടിൽ വായിക്കുന്ന ഒരു വാക്യമാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 13, 14, 15, 16, 17 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചതിന് ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഇതാണ് ആ വചനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഈ വചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമുക്കറിയാം, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച യേശു 33.5 വയസ്സ് വരെ ഭൂമി ജീവിക്കുകയും അതിൻ്റെ അവസാനത്തെ 3.5 വർഷം താൻ എന്തിനാണോ ഭൂമിയിലേക്ക് വന്നത് ആ ശുശ്രൂഷ തികച്ച് തൻ്റെ പരമപ്രധാനമായ ദൗത്യമായ ബലി മരണം സംഭവിച്ച് അദ്ദേഹം ഭൂമിയിൽ നിന്ന് വീണ്ടും 40 ദിവസത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. മാനവരാശിക്ക് മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് ഭൂമിയുടെ മധ്യഭാഗമായ ഇസ്രായേലിൽ ബെത്ലഹേമിൽ ജനിച്ച് ഗോൽഗോത്ത മലയുടെ മുകളിൽ ക്രൂശിക്കപ്പെട്ടവനായി അവിടെ നിന്നും ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് പോകുന്നതിന് മുൻപേ ശിഷ്യന്മാരോടും തന്നെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ആളുകളോടും ഒരു കാര്യം പറഞ്ഞു: ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്രയായി. 2 ദൂതന്മാർ അതിനുശേഷം ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പറഞ്ഞു: നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും വരും എന്ന് ആ ദൂതന്മാർ പ്രഖ്യാപിച്ച ശേഷം അവരും അപ്രത്യക്ഷരായി മാറി. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കും അതിനുശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞു. സഭ ഉടലെടുത്തു. ലോകത്താകമാനമുള്ള ആളുകൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ചർച്ച് ഓഫ് ഗോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവസഭ, ക്രിസ്തു സഭ, ആ സഭ ഈ ഭൂമിയിൽ ഉടലെടുത്തു. ദൈവരാജ്യം എന്നൊരു മറ്റൊരു പേര് കൂടിയുണ്ട് ദൈവത്തിൻ്റെ സഭയ്ക്ക്. ദൈവരാജ്യം എന്നാൽ ദൈവമായ കർത്താവ് ഭരിക്കുന്ന ഇടം എന്നുള്ളതാണ് ദൈവരാജ്യം എന്നതിൻ്റെ അർത്ഥം. ഒരു അക്ഷരികമായ സാമ്രാജ്യമോ അക്ഷരികമായ രാജ്യം സ്ഥാപിക്കാനല്ല യേശു വന്നത്. നമ്മുടെ ആരുടെയും ദൗത്യം അങ്ങനെയൊന്നുമില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു ക്രിസ്ത്യൻ കൺട്രി ആക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആരുടെ ഉദ്ദേശമല്ല. അങ്ങനെ ഒരു പ്ലാനും ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരും യേശു ക്രിസ്തു രക്ഷകനാണെന്ന് അറിഞ്ഞ് അവനിലൂടെയുള്ള നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ്. അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. ആ ഇഷ്ടം, അതാണ് സുവിശേഷം. അത് ഞങ്ങൾ ലോകമെമ്പാടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരികമായ രാജ്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അവിടുത്തെ ചക്രവർത്തിമാരെക്കുറിച്ചോ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചോ ഒരു പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയായിട്ടോ മന്ത്രിയായിട്ടോ പ്രസിഡന്റായിട്ടോ ഇരിക്കണമെന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും നമുക്ക് വിഷയമേ അല്ല. അക്ഷരികമായുള്ള രാജ്യമേ ഇവിടെ വിഷയമല്ല. ഇവിടെ ആത്മീകമായൊരു രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തു രാജാവായിട്ട് ഭരണം നടത്തുന്ന ഒരു രാജ്യം, അത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ പെടുന്നില്ല. അത് ഭൂമി മുഴുവൻ വിശാലമായി പരന്നു കിടക്കുന്ന
ഭൂലോകം മുഴുവനുള്ള കോടാനുകോടിക്കണക്കിന് വരുന്ന ദൈവമക്കൾ, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സമൂഹമാണ് ദൈവരാജ്യം. കോടാനുകോടിക്കണക്കിന് ആളുകളുണ്ട്. പല സ്ഥലങ്ങളിലും വലിയ റിവൈവൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകളൊക്കെ യേശുവിൻ്റെ നാമം വിളിച്ച് ഓടി വന്ന് രക്ഷിക്കപ്പെട്ട് അവർ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മറുഭാഗത്ത് പല എതിർപ്പുകളും ഉണ്ടാകുന്നുണ്ട്. എതിർപ്പുകളെന്ന് പറഞ്ഞാൽ കർത്താവിനെ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ വീട്ടിൽ പോയി ആക്രമിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, അത് ഈ നാളെ ഉണ്ടാകും. അത് കർത്താവ് അങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയുണ്ട്. അതിനകത്ത് വിഷയമില്ല. പീഡിപ്പിക്കുന്നവർക്ക് ഒരു മറുപീഡയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതിരുന്നാൽ മതി. ദൈവത്തിന് സകലമാനവും സ്തോത്രം അർപ്പിക്കുകയാണ്. ഈ വാക്യത്തിന് പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. യേശു രണ്ടാമത് വരും. രണ്ടാമത്തെ യേശുവിൻ്റെ വരവിന് രണ്ട് പ്രധാന ആമുഖങ്ങളുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, മേഘത്തിൽ ദൂതന്മാരുമായിട്ട് യേശു വരുന്നു. ആ വരവിനെ കുറിച്ചാണ് ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൂതന്മാരുമായിട്ട് യേശു വരികയാണ്. എന്തിനാ ദൂതന്മാരുമായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ വിശുദ്ധരായിരിക്കുന്ന ദൈവമക്കളെ മേഘത്തിൽ ചേർക്കേണ്ടതിന് വേണ്ടിയാണ് യേശു വരുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ ചുരുക്കി പറയാം. ബൈബിൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മേഘത്തിൽ ദൂതന്മാരുമായിട്ട്, അതിൻ്റെ 17-ാം വാക്യത്തിൽ 16-ാം വാക്യം മുതൽ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ 3 ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് എഴുതി. ഒന്ന്, ഗംഭീരനാദം, കർത്താവിൻ്റെ ഗംഭീരനാദം. ഇവിടെ കടന്നു വരിക എന്നുള്ളതായിരിക്കും ഒരു വിഷയം. കയറി വരുവീൻ എന്നുള്ളതായിരിക്കും. എന്തോ അതത് ഭാഷകളിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ശബ്ദത്തിൽ കർത്താവിന് ഗംഭീരനാദം, മുടക്കമുള്ള ശബ്ദം കേൾക്കുമെന്നാണ്. രണ്ടാമത്തെ ശബ്ദം പ്രധാന ദൂതന്റെ ശബ്ദം. ഒരു ചീഫ് ഏഞ്ചൽ അദ്ദേഹവും കൂടെ യേശുവിൻ്റെ കൂടെ ശബ്ദമുണ്ടാക്കുന്നു. 3 ദൈവത്തിൻ്റെ കാഹളം എന്നാണ്. ദൂതന്റെ ശബ്ദവും പിന്നെ 3 ദൈവത്തിൻ്റെ കാഹളവും, കാഹള ധ്വനിയും കേൾക്കും. കാഹളം എന്ന് പറഞ്ഞാൽ കാഹള ശബ്ദം വളരെ ബ്യൂട്ടിഫുൾ ആയൊരു വോയിസാണ് കാഹള ശബ്ദം. കാഹളം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന, ഒരു യുദ്ധം തുടങ്ങാനൊക്കെ ഉപയോഗിച്ചിരുന്ന കാഹളമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ റെഡിയായി നിൽക്കും. കാഹള ശബ്ദം കേൾക്കാൻ തന്നെ സുഖമുള്ള ശബ്ദമാണ്. വളരെ മുഴക്കമുള്ള, വളരെ ദൂരേക്ക് കേൾക്കുന്ന ശബ്ദമാണ് കാഹള ശബ്ദം. ഈ 3 ശബ്ദം, കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, 3 കാഹളനാദം, ഈ 3 ശബ്ദം ഒരുമിച്ച് കേൾക്കും. ഇവിടെ കടന്നു വരുവീരെന്നായിരിക്കാം കർത്താവ് ഒരു പക്ഷെ വരുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. കടന്നു വരിക, ഉയർന്നു വരിക, നിങ്ങൾ അവിടെ വിട്ടു പോരുക എന്നൊക്കെ ആയിരിക്കാം. അത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ്. നമുക്കറിയുന്ന ലോകത്താകമാനം അനവധി അത്ഭുതങ്ങളുണ്ട്. 7 അത്ഭുതങ്ങളും അറിയപ്പെടുന്ന അത്ഭുതങ്ങളുണ്ട്. ഇനിയും ലോകം നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആദ്യ ആമുഖം എന്ന് പറയപ്പെടുന്ന ഈ മേഘത്തിലുള്ള പ്രത്യക്ഷത. മേഘം എന്ന് പറയുമ്പോൾ മനുഷ്യനെ കാണാൻ പറ്റുന്ന മേഘം. അതായത് ഇവിടുന്ന് കിലോമീറ്ററുകൾ ദൂരെ ആകാശമണ്ഡലത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെ വിശുദ്ധരായിരിക്കുന്ന ദൈവമക്കൾ, വിശുദ്ധരായിരിക്കുന്നത് എന്താണ് അർത്ഥം? ദൈവം വിശുദ്ധീകരിച്ചവർ. എങ്ങനെയാണ് ദൈവം വിശുദ്ധീകരിക്കുന്നത് വെച്ചാൽ, കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവേ എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുന്നവൻ്റെ എല്ലാം ഉള്ളിൽ വിശുദ്ധമായ ഒരു പരിവർത്തനം സംഭവിക്കുകയും അവൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന സന്ദർഭം. യേശുവേ, നീ എൻ്റെ രക്ഷകനാണ്, നീ എനിക്ക് വേണ്ടി മരിച്ചു, ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് അത് ഈ വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്ത് ചെയ്യും സംഭവിക്കും? ദൈവം യേശു അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. യേശു അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരുവൻ നിശ്ചയമായും അധികം താമസിക്കാതെ തന്നെ കർത്താവിൻ്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനം, ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. സ്നാനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം സ്വീകരിക്കുക. 2 അതാണ്. 3-ാമത് വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നുള്ളതാണ്. ദൈവമായ കർത്താവിനെ നമുക്കൊരു വിഗ്രഹം കൊണ്ടും നമുക്ക് അവനെ സൃഷ്ടിച്ചിടാൻ കഴിയത്തില്ല. അവൻ അദൃശ്യനാണ്. അവൻ ആത്മാ